മഹാഭാരതം ആദിപർവത്തിലെ കഥാസന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി പ്രശസ്ത ഭാഗവത പണ്ഡിതനും പ്രഭാഷകനുമായ അമനകര PK വ്യാസൻ രചിച്ച അഗ്നിമോഷം എന്ന കഥകളിയുടെ അവതരണം ശ്രദ്ധേയമായി. ആട്ടക്കഥകളിൽ ഇതാദ്യമായാണ് അഗ്നിദേവനും പക്ഷികളും കഥാപാത്രങ്ങളായി എത്തുന്നത്. ആട്ടക്കഥയിലും ആരെങ്കിലും ഏറെ പ്രത്യേകതകളുള്ള അഗ്നിമോഷം കഥകളി അവതരണം അമനകര ഉറുമ്പിക്കവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നു. കൃഷ്ണാർജുനൻ നിങ്ങൾക്കു വന്ദനം. കൃഷ്ണാർജുനന്മാരെ നിങ്ങൾക്കു വന്ദനം. കൃഷ്ണാർജുനന്മാരെ നിങ്ങൾക്കു വന്ദനം. അഗ്നിയാം അടിയന്റെ താഴ്മയാം വന്ദനം. അഗ്നിയാം അടിയന്റെ താഴ്മയാം വന്ദനം. ശ്വേതകി എന്ന രാജാവ് ലോക നന്മയ്ക്കായി നടത്തിയ മഹായാഗത്തിലെ ഹവിസ് ഭുജിച്ച് ഉദരരോഗം ബാധിച്ച അഗ്നിദേവൻ പ്രത്യൗഷധമായി ഖാണ്ഡവ വനദഹനത്തിന് എത്തുന്നു. ഖാണ്ഡവ വനദഹനം തടയാൻ ദേവേന്ദ്രൻ വരുണന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. അതേസമയം അഗ്നിദേവൻ കൃഷ്ണ അർജുനന്മാരുടെ സഹായം തേടുന്നു. കൃഷ്ണ അർജുനന്മാരുടെ സഹായം അഗ്നിക്ക് ലഭിക്കുമ്പോൾ വനത്തിലെ മരച്ചില്ലയിൽ കൂടുകൂട്ടിയിരുന്ന പക്ഷിയുടെയും കുഞ്ഞുങ്ങളുടെയും ദീനരോധനം കേട്ട് അവർക്ക് സംരക്ഷണം നൽകുന്ന ഉൾപ്പെടെ ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന കഥയാണ് PK വ്യാസന്റെ അഗ്നിമോഷം ആട്ടക്കഥയിലുള്ളത്. അഗ്നിദേവന്റെ ഉദരരോഗത്തിന് പരിഹാരമാവുകയും വനത്തിൽ താവളമടിച്ചിരുന്ന തക്ഷകൻ രക്ഷപ്പെടുകയും അമ്മക്കിളിയുടെയും കിളിക്കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കുകയും ഖാണ്ഡവ ദഹന പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന മഹാഭാരതത്തിലെ കഥയുടെ ശ്രദ്ധേയമായ ആഖ്യാനമാണ് അഗ്നിമോഷം. വ്യാസന്റെ രചന കലാമണ്ഡലം രാജേഷിന്റെ സംവിധാനത്തിൽ കലാമണ്ഡലം അരവിന്ദും കലാമണ്ഡലം വിഘ്നേഷും കലാമണ്ഡലം ഗിരീഷും അടങ്ങുന്ന കഥകളി നടന്മാരാണ് രംഗത്ത് അവതരിപ്പിച്ചത്. കലാമണ്ഡലം സുധീഷ് കുമാറും കലാമണ്ഡലം ശ്രീജിത്ത് മാരാരും കഥകളി പദങ്ങൾ ചൊല്ലിയപ്പോൾ കലാമണ്ഡലം ശ്രീരാഗ് ചെണ്ടയിലും കലാമണ്ഡലം വൈശാഖ് മന്ദളത്തിലും മികവ് പുലർത്തി. കഥകളി ആസ്വാദകർക്ക് രചനയിലും അവതരണത്തിലും മികവ് പുലർത്തുന്ന വ്യത്യസ്തമായ പുതിയൊരു കഥയുടെ അവതരണം കാണാൻ അവസരമൊരുങ്ങുകയായിരുന്നു.